പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ശബരി സന്നിധിയിലേക്ക് യാത്രയായി. പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് അയ്യപ്പന്റെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവാഭരണം ദർശിക്കാനെത്തിയ ഭക്തരുടെ പ്രവാഹത്താൽ ക്ഷേത്ര സന്നിധിയും പൊതുനിരത്തുകളും ഭക്തസാഗരമായി മാറി. തിരുവാഭരണം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വലിയ കോയിക്കൽ ക്ഷേത്രം പുലർച്ചെ 5-ന് തുറക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. രാജപ്രതിനിധി കൈപ്പുഴ കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടി തിരുവാതിരനാൾ ലക്ഷ്മിഭായിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഘോഷയാത്രയിൽ അകമ്പടി സേവിക്കുന്നത്. ഭക്തസാഗരമായി ഒഴുകി നീങ്ങിയ തിരുവാഭരണ ഘോഷയാത്ര ചക്രവാളങ്ങളെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാക്കി. ഒപ്പം വായ്ക്കുരവകളും വാദ്യമേളങ്ങളും. ചരിത്രത്തിൽ എല്ലാ കാലത്തെയും പോലെ ശ്രീകൃഷ്ണ പരന്ത് ആകാശചക്രവാളത്തിൽ വട്ടമിട്ട് പറന്ന് തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചു. ആദ്യം തിരുവാഭരണ പേടകം, തൊട്ടു പിന്നാലെ കൊടിപ്പെട്ടി, അതിനു പിന്നാലെ കളവക്കുടപ്പെട്ടി എന്നീ ക്രമത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര. നാളെ വൈകിട്ട് 6:30 ശബരിമലയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ഭാരവാഹികൾ സ്വീകരിച്ചാനയിക്കും. മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണം മുഖ്യ തന്ത്രിയും സംഘവും ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങി നടയടയ്ക്കും. തുടർന്ന് നടക്കുന്ന ദീപാരാധനയിൽ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ വിഭൂഷിതനായ ശ്രീ അയ്യപ്പനെയും ഒപ്പം കിഴക്കേ ചക്രവാളത്തിലെ മകരജ്യോതിയും കണ്ട് സായുജ്യമടയാം. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.